എന്റെ പോലെ ചട ചടയെന്ന് നമ്മുടെ ടോർച്ചിന് വേണ്ടി ഒരു ബാറ്ററി വാങ്ങിക്കാം പടപടേന്ന്. അങ്ങ് എങ്ങനെ പറയുന്നു അങ്ങനെ ചട ചടന്ന് പോയി നമുക്കൊരു ബാറ്ററി മേടിക്കാം. ആൽബർട്ടോയുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നതെല്ലാം എന്റെ മുത്തച്ഛന്റെ അമൂല്യ ശേഖരങ്ങളാണ്. എനിക്ക് മമ്മിയ, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിട്ടോ. കാരണം ആൽബർട്ടോയ്ക്ക് നിങ്ങളുമായി ഒരു കച്ചവടവും ഇല്ല, കേട്ടോ? ജീവനുള്ള ബാറ്ററിയോ? ഇതാ ഗുരു ബാറ്ററി. പോലെ ഇതിൽ എഴുതിയിരിക്കുന്നത് ജീവനുള്ള ബാറ്ററി എന്നാണ്. അത് മാത്രമല്ല, ഇതിന്റെ മുകളിൽ അപായത്തിന്റെ ചിഹ്നമുള്ളത് നീ ശ്രദ്ധിച്ചോ? ചക്ടു, എനിക്കും ഈ ഫോട്ടോയിലുള്ള മുത്തശ്ശനെ പോലെ ഇതിൽ അപായത്തിന്റെ മണം മണക്കുന്നു. കളഞ്ഞേക്കടാ ഇതിനെ. ഓക്കേ ഗുരു, എന്നാ കളഞ്ഞേക്കാം. ഇത് കൊള്ളാലോ. എന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് അടിയാത്. അത് നിന്നെ കടിച്ചല്ലോ പോലെ. ഗുരു ചക്ടു, ഈ കളിപ്പാട്ടം ജീവനോടെ എങ്ങനെ വന്നടാ? ജീവൻ തരുന്ന ബാറ്ററി കൊണ്ട് കളിപ്പാട്ടത്തിന് ഇപ്പോൾ ജീവൻ വന്നു. എന്നെയാണ് മാജിക് ടെഡി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കളിപ്പാട്ടം നിന്നോടൊപ്പം കളിക്കുന്നതായിരിക്കും. ഇപ്പോൾ എന്റെ പവർ വെച്ച് മറ്റുള്ള കളിപ്പാട്ടങ്ങൾക്കും പവർ കൊടുത്ത് ജീവൻ കൊടുക്കും. എങ്ങനെ എങ്ങനെ? എടാ, കളിപ്പാട്ടം എല്ലാം നമ്മളെ നോക്കി വരികയാണല്ലോ പോലെ. ഇതുവരെ നിങ്ങൾ മനുഷ്യരെല്ലാം ഞങ്ങളോടൊപ്പം ഒരുപാട് കളിച്ചു. ഇപ്പോൾ കളിപ്പാട്ടമായ ഞങ്ങൾ മനുഷ്യരായ നിങ്ങളെ കളിപ്പിക്കാൻ പോവുകയാണ്. ആരെങ്കിലും രക്ഷിക്ക്, ഈ ഡൈനോസർ എന്റെ മൂക്ക് കടിച്ചു പറിക്കുകയാണ്. ഞാൻ എന്തായാലും ഇപ്പോൾ ഇവരുടെ കൂടെ ഗുസ്തി കളിക്കാൻ പോവുകയാണ്. ഞാനും കളിക്കും ഗുസ്തി. ഇവിടെ നിന്ന് ഓടിക്കളയാം. കൂട്ടുകാരെ, ഓടിക്കോൾ ഇവിടെ നിന്ന്. പിറകിൽ വരുന്നുണ്ട് കളിപ്പാട്ടങ്ങൾ നമ്മളുമായി കളിക്കാൻ. നമ്മൾ കളിക്കുന്നു, മത്സരിച്ച് കളിക്കുന്നു, ശക്തിയോടെ കളിക്കുന്നു. നിങ്ങൾ എന്തിനാണ് ആ മാന്ത്രിക ബാറ്ററി കളിപ്പാട്ടത്തിൽ ഇട്ടത്? അതുകൊണ്ട് ആ കളിപ്പാട്ടങ്ങളെല്ലാം അപകടകാരികളായി മാറിയിരിക്കുന്നു. മമ്മിയ, അങ്ങോട്ട് നോക്കൂ, കളിപ്പാട്ടങ്ങളുടെ ആർമി വന്നിരിക്കുകയാണ്. അങ്ങോട്ട് നോക്ക്, എന്തുമാത്രം മനുഷ്യരാണ് ഉള്ളത്. നന്നായിട്ട് കളിക്കാം. ഇന്ന് നിങ്ങൾ എല്ലാവരെയും ഈ കളിപ്പാട്ടത്തിന്റെ കയ്യിൽ നിന്നും ഞാൻ രക്ഷിച്ചെടുക്കാം. ഈ പഹയനെ ഞങ്ങൾ വകവരുത്താം. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. മേജർ, ഇതിനെയൊന്നും പേടിക്കുകയില്ല. മുന്നോട്ട് പോകും, ശത്രുവുമായി യുദ്ധം ചെയ്യും. അടുത്ത് നീ പോ. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ്. ഈ കളിപ്പാട്ടങ്ങളെല്ലാം ഇപ്പൊ തന്നെ തട്ടി തകർക്കണം. റെഡിയാണോ റോളി?
ഇനി ഞങ്ങൾ നിങ്ങൾ എല്ലാവരെയും കളിപ്പാട്ടമാക്കി മാറ്റി കളിക്കാൻ പോവുകയാണ്. നമുക്ക് സുർത്താൽ നഗറിലെ നിവാസികളെ എല്ലാം ഈ കളിപ്പാട്ടങ്ങളിൽ നിന്ന് രക്ഷിക്കണം പോലെ. പക്ഷെ എങ്ങനെയോ ഗുരു? ഇപ്പൊ തന്നെ ഞാൻ പറയാൻ പോലെ. ആ, നമ്മൾ ഈ കളിപ്പാട്ടങ്ങളുടെ കോസ്റ്റ്യൂം അണിഞ്ഞ് കളിപ്പാട്ടങ്ങളെ പോലെ നമ്മൾ അവിടെ പോകും. എന്നിട്ട് നമ്മുടെ മിത്രങ്ങളെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് തിരിച്ചു വരും. കൊള്ളാലോ ഗുരു, നിങ്ങളെ കാണാൻ ശരിക്കും കഴുതേ പോലെ ഉണ്ട്. എടാ പോലെ, ഇത് കഴുതയുടെ അല്ല കുതിരയുടെ ആണ് കോസ്റ്റ്യൂം. എന്താണ് അങ്ങനെ നോക്കുന്നത്? ഞങ്ങളും നിങ്ങളെ പോലെ കളിപ്പാട്ടങ്ങളാണ്. ഈ മനുഷ്യന്മാരുടെ കൂടെ കളിക്കാൻ വന്നതാ. അതെയോ? എങ്കിൽ നിങ്ങൾ കുറച്ച് കളി കളിച്ച് ഈ മനുഷ്യരെ ശല്യപ്പെടുത്തോ. നോക്കോ, ഇപ്പൊ ഈ ഡ്രംസ് അടിക്കുന്ന കുരങ്ങൻ എങ്ങനെ ചിങ്ചാക്ക് ചിങ്ചാക്ക് എന്ന് അടിച്ച് മനുഷ്യന്മാർ അടുത്തുപോയി അവരെ സ്വൈര്യം കെടുത്തുന്നതെന്ന്. ഇത് നല്ല രസമുള്ള കളിപ്പാട്ടോ. ഇത് വെച്ച് നമുക്ക് മനുഷ്യരെ ഒരുപാട് ശല്യപ്പെടുത്താം. കളിച്ച് കളിച്ച് എന്റെ പവർ കുറഞ്ഞു വന്നാ തോന്നുന്നത്. ഒരുപക്ഷെ എന്റെ ബാറ്ററി തീരുകയാണെങ്കിൽ എന്നോടൊപ്പം തന്നെ നിങ്ങളുടെ പവറും കുറഞ്ഞു പോകും. നമ്മൾ നമ്മുടെ പവറിനെ ഒരിക്കലും കുറയുവാൻ വിടരുത്. എന്നാൽ വാ, നമുക്ക് ആൽബർട്ടയുടെ വീട്ടിലേക്ക് പോകാം. അവിടെ ബാറ്ററി നമുക്ക് കിട്ടുമോന്ന് നോക്കാം. വേഗം വാ. എന്റെ പൊന്നു മിത്രങ്ങളെ, പേടിക്കണ്ട. ഞങ്ങൾ രണ്ടുപേരും ഗുരുവും പോലെയുമാണ്. നിങ്ങളെ എല്ലാരെയും ഇവിടെ നിന്ന് രക്ഷിക്കാൻ വന്നതാണ്. അതെ ഗുരു, ഈ സ്ഥിതിയിൽ സുൽത്താൻ നഗറിലെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണ്ടേ? ഗുരുവിന് പാട്ട് പാടുന്നതാണ് ഏറ്റവും ഇഷ്ടം. അല്ല, ഈ ശബ്ദം എവിടെന്നാ? നിനക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നോ? വാ, തിരിച്ചു പോകാം. ഇവർ രണ്ടുപേരും കളിപ്പാട്ടങ്ങളല്ല, മനുഷ്യരാണ്. കളിപ്പാട്ടങ്ങളെ പിടിക്കൂ അവരെ. കളിപ്പാട്ടങ്ങളെ തയ്യാറായിക്കൊള്ളൂ. ഇപ്പോൾ നമ്മൾ ഇവരോട് കളിക്കാൻ പോകുന്നു. ഒരു അപകടം പിടിച്ച കളി. എന്റെ കളിപ്പാട്ടങ്ങളെ, ഇതൊരു രസമുള്ള കളിയാ. ആദ്യം ആരാണോ അധികം ബലൂൺ പൊട്ടിച്ച് ആദ്യത്തെ മനുഷ്യനെ താഴെ വീഴ്ത്തുന്നുവോ അവരായിരിക്കും ഈ കളിയിലെ വിജയി. ഇന്ന് നമ്മൾ എല്ലാവരും താഴെ വീഴും. അങ്ങനെ വീണാൽ നമ്മളുടെ എല്ലുകളെല്ലാം തവിട് പൊടിയാകും. കേക്ക്, നമ്മൾ എല്ലാരും രക്ഷപ്പെടാം. അതിൽ നമ്മൾ എങ്ങനെയെങ്കിലും ആ കരടി ബൊമ്മയുടെ ബാറ്ററി ഊരി എടുത്താൽ മാത്രം മതി. എന്റെ ബോലെ ചക്കുടു, ഇനിയിപ്പോ ഒരൊറ്റ വഴിയേ ഉള്ളൂ. തകദിൻ താളം കൊട്ടി പാടി ഗുരു ബോലെ നാട്യമാടി. भोले 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 है भोले तेरा नाम, सबको बचाना बचाना तेरा काम. भोले 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 है भोले तेरा नाम, सबको बचाना बचाना तेरा काम. जब जब आती है घड़ी मुश्किल की, जब जब आती है घड़ी मुश्किल की, बढ़ती है धड़कन हर एक दिल की. रोली हो के टोली हो, अरे टोली हो या रोली हो, या तो एमजे की फटू फटू टोली हो, कर दे तू सबका काम तमाम. ओ भोले 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 है भोले तेरा नाम, सबको बचाना बचाना तेरा काम. भोले 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 है भोले तेरा नाम, सबको बचाना बचाना तेरा काम. बचाना तेरा काम.
ഇതെന്തുകൊണ്ടാണ് പൊട്ടിത്തെറിക്കാത്തത്? കാരണം ഗുരുവും പോലെയും കൃത്യസമയത്ത് തന്നെ ഈ ആയുധത്തിന്റെ ബാറ്ററി എടുത്തു കളഞ്ഞു. അതോടുകൂടി ഇതിന്റെ പവറും നശിച്ചു. അപായങ്ങൾ കളിപ്പാട്ടങ്ങളുടെ രൂപങ്ങളിൽ വന്നാലും വേണ്ടൂല്ല. ഗുരുവിന്റെയും ബോലയുടെയും ജോഡിക്ക് മുന്നിൽ അവയൊന്നും നിൽക്കില്ല.